മൺഡേ മോർണിംഗ് രാവിലെ എണീറ്റു, കുളിച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മസാല ദോശയും ചമ്മന്തിയും ചായയൊക്കെയാണ് കഴിച്ചത്. ഇപ്പോൾ വൈകിയാണ് എണീക്കുന്നത്, കാരണം വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് ഇപ്പോഴൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ കോളേജൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. എന്നിട്ട് ഉടനെ കുളിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ അതെ, നമ്മുടെ മിററിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ലൈം ജ്യൂസ് കുടിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരായിട്ട് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുക്കിങ്ങിൽ ഇറങ്ങി. സോ അതേ, നമ്മുടെ ലഞ്ച് ടൈം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ മഷ്റൂം ഗ്രേവിയും റൈസും പിന്നെ മാങ്ങാ ചമ്മന്തിയാണ് ലഞ്ചിനായിട്ട് കഴിച്ചത്. ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഫോണൊക്കെ കണ്ടിരുന്നു. വെബ് സീരീസൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ നേരം പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വെബ് സീരീസൊക്കെ കാണും, TV കാണും. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ചെയ്തില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഈ കാര്യം പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നടക്കാമല്ലോ, അത് വെച്ചിട്ട് അമ്മ ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് കട്ട്ലേറ്റ്സ് കഴിക്കാനൊരു പൂതി, അപ്പോൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് ഉണ്ടാക്കിയത്, സൈഡിൽ വെറുതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അതെ, ഇവൾ വന്നു, മുട്ടയുടെ മണം കേട്ടിട്ടാണ് ഇവൾ വന്നത്. അപ്പോൾ ഇവൾക്ക് വെറുതെ ഒരു മുട്ട അങ്ങനെ ഉപ്പും കാര്യങ്ങളൊന്നും ഇടാറുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ ഒന്ന് ഫില്ലായി. പിന്നെ ഡിന്നർ വേറെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമല്ല, നോർമൽ എല്ലാവരുടെ വീട്ടിലും എങ്ങനെയാണ് നോർമലായിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. സോ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയൊക്കെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്.